ഇവൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇവനൊരു അമ്മയുണ്ട്. ഈ അമ്മ ഇവന് പൂർണ്ണ പിന്തുണയാണ്. കൈരളി എന്ന സ്ത്രീയുടെ പേര്. ഇവനെ എപ്പോൾ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാലും ഇവൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് അവിടെ ചെല്ലും. ഇവൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് മനോരോഗിയാണ് ഇവൻ എന്നുള്ളത്. അതാണ് അവൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റുമായിട്ട് അവിടെ കൊണ്ടുപോയി പോലീസിനെ കാണിക്കുക, ഇവനെ ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ഇപ്പോൾ ഈ ഋതു ജയൻ എന്ന് പറയുന്നത് ഇവൻ്റെ കുട്ടിക്കാലം മുതലേ ഇവനെ നന്നാക്കേണ്ടതായിരുന്നു. ഇവൻ്റെ കുട്ടിക്കാലത്ത് ഇവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ മോഷണം തുടങ്ങിയതാണ്. മോഷണമാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട പരിപാടിയായി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവൻ ഈ അയൽക്കാരെ ആക്രമിക്കുക എന്നുള്ള ഒരു രീതി സ്വീകരിച്ചത്. അവിടെ 3 ഫാമിലി, അതായത് ഇവൻ്റെ വീടിൻ്റെ ചുറ്റും 3 ഫാമിലി പുതുതായി താമസത്തിനെത്തി. അതിൽ ഒരു ധന്യ, അതാണ് ഇവൻ്റെ നമ്പർ 1 ശത്രു. ഈ കുടുംബത്തെ കൊന്നില്ലായിരുന്നെങ്കിൽ ആദ്യം ഇവൻ കൊല്ലേണ്ടത് അവരെയായിരുന്നു, ആ യുവതിയായിരുന്നു. പിന്നുള്ളത് ഇപ്പം മരണപ്പെട്ട വിനിഷ, അതും ഇവൻ്റെ പ്രധാനപ്പെട്ട ശത്രുവാണ്. പിന്നെ ഒരു ജയ, അതൊരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള യുവതിയാണ്.